കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ത്യാഗത്തിന്റെയും നന്മയുടെയും സ്മരണകളുമായി വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു. അറഫ സംഗമത്തിനും മിനായിലെ കല്ലേറിനും പിന്നാലെ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലും കഴിഞ്ഞ ദിവസമായിരുന്നു ബലിപെരുന്നാൾ ആഘോഷിച്ചതെങ്കിലും കേരളത്തിൽ ഇന്നാണ് ബക്രീദ് ആഘോഷിക്കുന്നത്. താഴെപ്പാലം MES സ്കൂളിൽ ആയിരങ്ങൾ പങ്കെടുത്ത ഈദ്ഗാഹും നടന്നു. ബലികർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കൊപ്പം ബന്ധുമിത്രാദികളെ സന്ദർശിക്കുകയും പെരുന്നാൾ സമ്മാനങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്ത് വിശ്വാസികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. വിവിധയിടങ്ങളിലെ പള്ളികളിൽ പ്രത്യേകം പ്രാർത്ഥനകളും നടന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി മകൻ ഇസ്മായിലിനെ ബലി കൊടുക്കാൻ തയ്യാറായതിന്റെ സ്മരണയിലാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. തിരൂരിൽ താഴെപ്പാലം MES സ്കൂളിൽ ആയിരങ്ങൾ പങ്കെടുത്ത ഈദ്ഗാഹ് നടന്നു. പ്രാർത്ഥനയ്ക്ക് വിവിധ ഖാദിമാർ നേതൃത്വം നൽകി. يوم القيامة كذلك نفصل لا يستأخرون ساعة سمع الله لمن حمده الحمد لله رب العالمين. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരുപോലെ സൗകര്യമൊരുക്കിയായിരുന്നു പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നത്. തക്ബീർ ധ്വനികൾ കൊണ്ട് പകലന്തിയോളം ഭക്തിസാന്ദ്രമാവുന്ന അന്തരീക്ഷവും അത്തറിന്റെ പരിമളവുമായി പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലെ ഒത്തുചേരലുകളും പെരുന്നാളിന്റെ പ്രത്യേകതയാണ്. ആശംസകൾ കൈമാറിയും വിഭവസമൃദ്ധമായ ഭക്ഷണം പങ്കുവച്ചും കുടുംബ സാമൂഹിക സൗഹൃദം കൂടുതൽ ദൃഢമാക്കുന്ന ദിനം കൂടിയാണിത്. പെരുന്നാൾ നിസ്കാരശേഷം ബലിപെരുന്നാളിലെ പ്രത്യേകാനുഷ്ഠാനമായ ബലികർമ്മം നടന്നു. ബലിമൃഗത്തിന്റെ മാംസം 3 ഭാഗിച്ച് അതിലൊരു ഭാഗം ബലികർമ്മം നടത്തുന്നവർക്കും മറ്റ് 2 ഭാഗങ്ങൾ ബന്ധുക്കൾക്കും പാവപ്പെട്ടവർക്കും വിതരണം ചെയ്യുന്നു. ദൈവപ്രീതിക്കായി മനുഷ്യനെ ബലി നൽകരുതെന്ന സന്ദേശവും ബലിപെരുന്നാൾ നൽകുന്നു. പെരുന്നാൾ ദിനത്തിലെ ദാനകർമ്മങ്ങൾ നല്ല ഫലങ്ങൾ നേടിത്തരുമെന്ന വിശ്വാസവും മാംസവിതരണത്തിനു പിന്നിലുണ്ട്. ന്യൂസ് ഡെസ്ക് TCV.